4 പ്രധാന സാധനങ്ങളുടെ സിസ്റ്റം എന്ന് പറഞ്ഞ സാധനമുണ്ട്. സെക്സ്ബറി ഗ്ലോബലിന്റെ വെറി 007 എന്ന് പറയുന്ന ക്ലയൻസ് അക്കാദമിയുടെ PSC ലിസ്റ്റ്, ഗ്രൂ ലിസ്റ്റ് പോലെയുള്ള ചില സിസ്റ്റങ്ങളുണ്ട്. ഈ സിസ്റ്റം നിങ്ങൾ ഇവരോട് ചോദിക്കുക. അല്ലാതെ വന്നു കേട്ടു നാളെ തന്നെ പൈസ വരാൻ ഒരു നിർബന്ധമില്ല. എടുക്കേണ്ട പണി വൃത്തിക്കെടുത്താൽ അത് എടുക്കാൻ സഹായിക്കുന്ന സാധനത്തിന്റെ പേരാണ് ലിസ്റ്റ്, ഇൻവിറ്റേഷൻ. നിങ്ങൾ ഇതിന് പറയാൻ പറ്റിയ ആൾക്കാരുടെ പേര് ലിസ്റ്റ്, അവരെ ഇതുപോലത്തെ മീറ്റിങ്ങുകളിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ അവർക്ക് ബിസിനസ് പറഞ്ഞു കൊടുക്കുന്ന ഷോ ദ പ്ലാൻ, 4-മത്തത് ഫോളോ അപ്പ്, അവരെ വീണ്ടും വീണ്ടും ഫോളോ അപ്പ് ചെയ്തിട്ട് അവരെ വളർത്തിയെടുക്കുന്ന സ്റ്റെപ്പുകൾ. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീക്കിലി എത്ര പൈസ വേണം, മാസം എത്ര പൈസ വേണം, ബിസിനസ് വേണം. അതേപോലെ തന്നെ ഓരോ ഡെയിലി, വീക്കിലി, മന്ത്ലി, ഇയർലി നിങ്ങൾക്ക് പ്ലാൻ എന്താണ്, ഈ ആഴ്ച എത്ര ബിസിനസ് ഉണ്ടാക്കണം, അതേപോലെ തന്നെ തുടങ്ങിയുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ കൂടെ ഉണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ 3 സാധനം നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ ഈ ബിസിനസ് നടക്കാൻ പറ്റും. ഒന്നാമത്തെ സാധനം സൈനപ്പ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ സാധനം സൈനപ്പ്, രണ്ടാമത്തെ സാധനം സ്റ്റാർട്ടപ്പ് എന്ന് പറയണേ, മൂന്നാമത്തെ സാധനം ലെവലപ്പ്. 3 അപ്പുകളാണ് ഈ ബിസിനസ്. ഏതൊക്കെയാണ്? സൈനപ്പ്, സ്റ്റാർട്ടപ്പ്, ലെവലപ്പ്. എന്താ സൈനപ്പ് എന്ന് പറഞ്ഞാൽ ഞാനുണ്ട് എന്ന് പറയുന്ന ഒപ്പ്. സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാലോ എനിക്ക് കുറച്ച് ഉദാഹരണം വേണം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ ലെവലപ്പോ നിങ്ങൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഒരിത്തിരി മേലോട്ട്, അത് പൈസ കൊണ്ടാവട്ടെ, അച്ചീവ്മെന്റ് കൊണ്ടാവട്ടെ, ലെവലിനെ അപ്പ് ചെയ്യാം. ഈ 3 അപ്പ് ഉണ്ടെങ്കിൽ ബിസിനസ് ഓക്കെയാണ്. ഇതാണ് ബിസിനസിന്റെ ഏകദേശ സിനാരിയോ. വന്നു എന്ന് പറയുമ്പോൾ എല്ലാം കൂടി കിട്ടുന്നതല്ല, സമയബന്ധിതമായിട്ട് ഓരോന്ന് കിട്ടുന്നതാണ്. എന്ന് മാത്രമല്ല നിങ്ങളുടെ വരുമാനം പല കോലത്തിലാണ് വരുമാനം. വർക്ക് ഒന്നേ ചെയ്യാനുള്ളൂ, പക്ഷെ എല്ലാ മാസവും നിങ്ങൾക്ക് വരുമാനം സുനിശ്ചിതമാണ്. എല്ലാ ആഴ്ചയിലും ബുധനാഴ്ച വരുമാനം വേണം. ഇനി ഡെയിലി നിങ്ങൾക്ക് പൈസ വേണോ, എന്നാൽ ഉൽപ്പന്നം വിറ്റിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാക്കാം, പൈസ ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾ ഇഷ്ടമാണ്. ഡെയിലി പൈസ വേണോ, ഇതിന് ജോലിയുണ്ട്. ആഴ്ചയിൽ പൈസ വന്നാൽ മതിയോ, അതിൽ ഓപ്ഷൻ ഉണ്ട്. മാസം വേറെ പൈസ വരണോ, ആ ഓപ്ഷൻ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു പൈസയും വേണ്ട, കോടാനുകോടികൾ നിങ്ങൾ കഴിക്കാനുണ്ട്, ജനങ്ങളെ സേവിക്കണോ, ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. ഇനി ജനത്തെയും സേവിക്കേണ്ട, പൈസയും വേണ്ട, എന്റെ ആരോഗ്യം മാത്രം, സ്വന്തം കാര്യം സ്വന്തമാവുക, ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. ഇനി ഒരാളെ പറയുന്നത് എനിക്ക് പൈസയും സേവിക്കലും ഒന്നുമല്ല വേണ്ടത്, എന്റെ പേഴ്സണാലിറ്റി നന്നാക്കണം സാറേ, ഇങ്ങനെ എനിക്ക് സംസാരിക്കണം, ജനങ്ങൾക്ക് പലതും ചെയ്തു കൊടുക്കാൻ താല്പര്യമുണ്ട്, ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾക്ക് അറിയാലോ, സാധനം വേണ്ട ഇവരോട് ചോദിച്ചു നോക്കുക. സോ സീരിയസ്ലി നിർബന്ധമായിട്ട് നമ്മൾ ആലോചിക്കുക. ഇന്ന് ആഴ്ചയിൽ 2,10,000 വാങ്ങിയ ഒരു വീട്ടമ്മ വരെ ഇന്ന് സക്സസ്ഫുള്ളി ഗ്ലോബലിന് പറയാനുണ്ട്. എന്ന് മാത്രമല്ല നിങ്ങളെപ്പോലെ ഇതേപോലെ ഏതൊക്കെയോ ഹാളിൽ എന്നെ പിടിച്ചുകൊണ്ട് എത്തിയ മിസ്റ്റർ ഷുഹൈബ് സാർ, അൽതാഫ് സാർ. പക്ഷേ ഇന്ന് അവർക്ക് മുമ്പിൽ നിന്ന് ദൈവം സഹായിച്ച് NTC റാങ്കിലാണ് ഇന്ന് നിങ്ങളെ മുമ്പിൽ ഇങ്ങോട്ട് സംസാരിക്കുന്നത്. എന്താ കാരണം? ആ ഇരുന്നോടത്തുനിന്ന് ലെവലപ്പ് ആവാൻ ഞാൻ തയ്യാറായി. നിങ്ങൾ ഇരിക്കുന്നിടത്തുനിന്ന് ഒന്ന് ഉയരാൻ തയ്യാറായി. അത് വീട്ടിൽ പഠിക്കല്ല, നിങ്ങളുടെ ലെവലിനെ ഒന്ന് അപ്പ് ചെയ്യാൻ റെഡിയായാൽ നാളെ ഇതിനേക്കാൾ നല്ല റാങ്കും അച്ചീവ്മെന്റ് നിങ്ങൾക്കുണ്ടാകും. ഇത് മൈലൈഫിലെ ഓരോ കഥകളാണ്. ഇന്ന് പത്രകോളങ്ങളിൽ വന്നു, കടങ്ങൾ പേറി വീട്ടിൽ നിന്ന് ജപ്തി നോട്ടീസോട് കൂടി റോട്ടുമ്പൊക്കെ ഇറങ്ങി. പക്ഷെ ഇന്ന് വളരെ സുന്ദരമായിട്ട് മൈലൈഫിൽ മന്ത്ലി ഇങ്ങനെ 40 ലക്ഷം, 30 ലക്ഷം, 50 ലക്ഷം ഒക്കെ വാങ്ങുന്ന ആൾക്കാർ. മലയാള മനോരമ റിപ്പോർട്ട് ചെയ്ത കഥയായത്. ഇതിനകത്ത് ഒരു ഇത്തിരി വള്ളം ചേർത്തിയ കഥയില്ല. 100% വാർത്തയുടെ പിൻബലം വെച്ച് സോളിഡ് പ്രൂഫോട് കൂടി പറയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കടം കയറി ജപ്തി നോട്ടീസിൽ വീട് നഷ്ടപ്പെട്ട് വീട്ടിലിറങ്ങിയ അനൂപ് ആൻഡ് അനീഷ് MI ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഉണ്ടാക്കുന്നത് മന്ത്ലി 40-50 ലക്ഷമാണ്. നല്ലൊരു കൈയ്യിൽ ഡയമണ്ട് ഫാമിലി കൊടുക്കുക.